ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയിട്ടുള്ള ദി കാസ്റ്റവേ എന്ന ഷോർട്ട് സ്റ്റോറിയാണ്. നമുക്കാദ്യം രവീന്ദ്രനാഥ ടാഗോറിനെ കുറിച്ച് പഠിക്കാം. അദ്ദേഹം ജനിച്ചത് 1861 മരിച്ചത് 1941. അദ്ദേഹം ഒരു പോയറ്റാണ്, റൈറ്ററാണ്, പ്ലേറൈറ്റാണ്, കമ്പോസറാണ്, ഫിലോസഫറാണ്, സോഷ്യൽ റിഫോമറാണ്, പെയിൻറ്ററാണ്. അദ്ദേഹം ബംഗാളി പോളിമത്ത് കൂടിയാണ്, എന്ന് വെച്ചാൽ ഒരു പണ്ഡിതനും കൂടിയാണ്. 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും ബംഗാളി സാഹിത്യത്തെയും സംഗീതത്തെയും ഇന്ത്യൻ ആർട്ടിനെയും പുനർനിർമ്മിച്ച ഒരു ബംഗാളി എഴുത്തുകാരനാണ് അദ്ദേഹം. പിന്നെ ഗീതാഞ്ജലി എന്ന പ്രശസ്തമായ കൃതിക്ക് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം, നോബൽ പ്രൈസ് നേടുന്ന ആദ്യത്തെ നോൺ യൂറോപ്യൻ വ്യക്തിയുമാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കുറച്ച് നോട്ടബിൾ ആയിട്ടുള്ള വർക്കുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ദി ഗോൾഡൻ ബോട്ട്, കാബൂളിവാല, ദി പോസ്റ്റ് ഓഫീസ്, ദി ബ്രോക്കൺ നെസ്റ്റ്, എക്സെട്ര. നമുക്കിനി സ്റ്റോറിയിലേക്ക് കടക്കാം. ദി കാസ്റ്റവേ, റിട്ടൺ ബൈ രവീന്ദ്രനാഥ ടാഗോർ. ഒരു ജമീന്ദാർ കുടുംബത്തെ ചുറ്റിപ്പറ്റിയുള്ള കഥയാണിത്. അവിടെയുള്ള പ്രധാന കഥാപാത്രങ്ങളാണ് ശരത്, ശരത്തിൻ്റെ ഭാര്യ കിരൺ, അദ്ദേഹത്തിൻ്റെ അമ്മ, സഹോദരനായ സതീഷ് എന്നിവർ. ആ കുടുംബത്തിലേക്ക് കടന്നു വരുന്ന ഒരു അനാഥ ബാലനാണ് വേറൊരു പ്രധാന കഥാപാത്രം. ആ ബാലൻ്റെ പേരാണ് നീലകണ്ഠ. ഒരു നാടക ഗ്രൂപ്പിൻ്റെ, ഒരു തിയേറ്റർ ഗ്രൂപ്പിൻ്റെ കൂടെയായിരുന്നു അവൻ. ആ ഗ്രൂപ്പ് അടുത്ത ഒരു സ്ഥലത്ത് നാടകം കളിക്കാൻ ബോട്ടിൽ പോകുമ്പോൾ കൊടുങ്കാറ്റിൽപ്പെട്ട് ബോട്ട് മുങ്ങുന്നു. അവൻ നീന്തി കരയ്ക്ക് കയറുന്നു. മറ്റുള്ളവർക്ക് എന്തു പറ്റിയെന്നൊന്നും അവനറിയില്ല. അവൻ ഈ കുടുംബത്തിലേക്ക് സഹായം തേടി വരികയാണ് ചെയ്യുന്നത്. ശരത്തിൻ്റെ അനിയനാണ് സതീഷ്. സതീഷ് അവിടെ വരുന്നത് അവധി ചെലവഴിക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം. ഒരു വൈകുന്നേരം കനത്ത മഴയും കൊടുങ്കാറ്റും ഇടിമിന്നലോട് കൂടിയും ആഞ്ഞടിച്ചു. ദേവന്മാരും പിശാചും തമ്മിലുള്ള യുദ്ധം പോലെയായിരുന്നു അത്. ഗംഗാ നദി അതിരൂക്ഷമായി ഒഴുകി. ചന്ദർ നഗർ എന്ന ഗ്രാമത്തിലെ നദീതീരത്തെ ഒരു വീട്ടിലാണ് ശരത്തും കിരണും ഉള്ളത്. കഥ തുടങ്ങുമ്പോൾ കിരണും അവരുടെ ഭർത്താവായ ശരത്തും തമ്മിലുള്ള ഒരു തർക്കമാണ് നമ്മൾ കേൾക്കുന്നത്. അസുഖം മാറാനായി നദീതീരത്തുള്ള ഒരു വീട്ടിലാണ് അവരിപ്പോൾ. അവരുടെ സ്വന്തം വീട്ടിലേക്ക് ഉടനെ പോകണമോ വേണ്ടയോ എന്നുള്ളതാണ് കിരണും ശരത്തും തമ്മിലുള്ള തർക്ക വിഷയം. കിരണിന് തൻ്റെ ഗ്രാമത്തിലെ വീട്ടിലേക്ക് തിരിച്ചു പോകണം. അവൾക്കവിടെയാണ് സന്തോഷം. കൂട്ടുകാരികളുമൊത്ത് സമയം കളയാം. ഇവിടെ അവൾക്ക് ഭയങ്കര ബോറടിയാണ്. പക്ഷേ ശരത്ത് പറയുന്നത് കുറേ ദിവസം കൂടി ഇവിടെ കഴിച്ച് പൂർണ്ണ ആരോഗ്യവതിയായിട്ട് തിരിച്ചു പോയാൽ മതിയെന്നാണ്. അത് തന്നെയാണ് ഡോക്ടറും അവരോട് പറഞ്ഞത്. അങ്ങനെ തർക്കിച്ചിരിക്കുമ്പോഴാണ് ആരോ വിളിക്കുന്ന ശബ്ദം കേൾക്കുന്നത്. നീലകണ്ഠ എന്ന് പേരുള്ള ഒരു ആൺകുട്ടിയായിരുന്നു അത്. അവൻ ഒരു ബോട്ടപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു വന്നതാണ്. അവൻ്റെ വരവ് വീട്ടിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. 14 വയസ്സുള്ള ഒരു ബ്രാഹ്മണ കുട്ടിയാണവൻ. കിരണിന് അവനോട് വളരെ ഇഷ്ടം തോന്നി. ശരത്തിനും അമ്മയ്ക്കും സന്തോഷമായി. കാരണം അവൻ്റെ വരവോടെ കിരൺ ഗ്രാമത്തിലേക്ക് ഉടനെ മടങ്ങണം എന്ന് വാശി പിടിക്കുന്നില്ല. തിയേറ്റർ ഗ്രൂപ്പിലെ കഷ്ടപ്പാടു പിടിച്ച ജീവിതത്തിൽ നിന്നും മോചനം കിട്ടിയതിൽ നീലകണ്ഠനും സന്തോഷമാണ്. അതേപോലെ തന്നെ ഇനിയൊരു ധനിക കുടുംബത്തിൻ്റെ കൂടെ കഴിയാമല്ലോ എന്ന സന്തോഷവും നീലകണ്ഠനുണ്ട്. കിരൺ നീലകണ്ഠന് ഭക്ഷണവും വസ്ത്രവും ഒക്കെ കൊടുത്തു. കാരണം കിരണിനെ നീലകണ്ഠനെ വളരെ ഇഷ്ടമാണ്. അധികം നാൾ കഴിയുന്നതിന് മുമ്പ് തന്നെ ശരത്തിനും ശരത്തിൻ്റെ അമ്മയ്ക്കും മനസ്സിലായി നീലകണ്ഠനൊരു വികൃതിയുള്ള, മഹാകുസൃതിയുള്ള ചെക്കനാണ് എന്ന്. കാരണം നീലകണ്ഠ ഗ്രാമത്തിലെ വികൃതിയുള്ള പിള്ളേരുമായി, ആൺകുട്ടികളുമായി മോശം സൗഹൃദം സ്ഥാപിക്കുകയും പിന്നൊരു തെരുവ് നായയെ തൻ്റെ വളർത്തുമൃഗമാക്കുകയും ചെയ്തു.
അവനും അവൻ്റെ കൂട്ടുകാരും ചേർന്ന് ആ നാട്ടിൽ ഒന്നും പഴുപ്പിക്കുകയില്ല എന്ന് തീരുമാനിച്ച പോലെയായിരുന്നു അവരുടെ പ്രവൃത്തികൾ. ശരത്തിനും ശരത്തിൻ്റെ അമ്മയ്ക്കും നീലകണ്ഠൻ എങ്ങനെയെങ്കിലും അവരുടെ വീട്ടിൽ നിന്ന് പോകണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ കിരണിന് അവൻ എങ്ങോട്ടും പോകണ്ട എന്നതായിരുന്നു. ചില വൈകുന്നേരങ്ങളിൽ കിരണിനെ രസിപ്പിക്കാൻ വിവിധ നാടകരംഗങ്ങൾ അഭിനയിച്ചു കാണിച്ചു കൊടുക്കുമായിരുന്നു. ശരത്ത് പലപ്പോഴും നീലകണ്ഠനെ കുറുമ്പ് കാണിക്കുന്നതിന് തല്ലുകയും ശകാരിക്കുകയുമെല്ലാം ചെയ്യുമായിരുന്നു. പക്ഷേ നീലകണ്ഠ തൻ്റെ ജീവിതം ഇപ്പോഴാണ് ശരിക്കും ആസ്വദിക്കുന്നത്. അവൻ്റെ ജീവിതത്തിൽ ഇപ്പോഴാണ് സന്തോഷവും ആനന്ദവും കൈവന്നത്. കിരൺ അവനെ എഴുത്തും വായനയും പഠിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവൻ അതിലൊന്നും താല്പര്യമില്ലായിരുന്നു. തിയേറ്റർ ഗ്രൂപ്പിൻ്റെ കൂടെയുള്ള അവൻ്റെ ജീവിതം, അവൻ്റെ ദുഃഖം നിറഞ്ഞ ജീവിതം അവൻ പതുക്കെ മറക്കാൻ തുടങ്ങി. അപ്പോഴാണ് ശരത്തിൻ്റെ സഹോദരനായ സതീഷ് അവിടെ എത്തുന്നത്. സതീഷിൻ്റെ വരവോടെ കാര്യങ്ങൾ അപ്പാടെ കുഴഞ്ഞു മറിഞ്ഞു. അവധിക്കാലം ചെലവഴിക്കാനാണ് സതീഷ് അവിടെ എത്തുന്നത്. കിരണിന് സതീഷ് വന്നത് വളരെ സന്തോഷമായി. കിരണും സതീഷും തമ്മിൽ ഒരുപാട് സമയം ഒരുമിച്ച് ചെലവഴിച്ചു. ആദ്യമായി നീലകണ്ഠന് തോന്നി കിരൺ അവനെ അവഗണിച്ചതായി. ഈ ചിന്ത അവനെ ദേഷ്യം പിടിപ്പിച്ചു. പലപ്പോഴും നീലകണ്ഠ ദേഷ്യപ്പെട്ട് അവൻ്റെ കൂട്ടുകാരെ തല്ലുകയും അവൻ്റെ വളർത്തുപട്ടിയെ ചവിട്ടുകയും എല്ലാം ചെയ്തു. ഇലകളെയും ചില്ലകളെയും തല്ലിച്ചതയ്ക്കുകയും ചെയ്തു. സതീഷ് വന്നതു മുതൽ കിരണിന് നീലകണ്ഠയുടെ കാര്യത്തിൽ ശ്രദ്ധ കുറഞ്ഞു തുടങ്ങി. കിരണിന് നീലകണ്ഠയ്ക്ക് ഭക്ഷണം വിളമ്പിക്കൊടുക്കാൻ പോലും സമയം ഇല്ലായിരുന്നു. കിരൺ പലപ്പോഴും നീലകണ്ഠയെ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി വിളിക്കാറുണ്ട്. അപ്പോഴെല്ലാം നീലകണ്ഠ തനിക്ക് വിശപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണം ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യാറ്. നീലകണ്ഠ കരുതിയത് അവനെ വിശപ്പില്ല എന്ന് പറയുമ്പോൾ കിരൺ അവനെ സ്നേഹപൂർവ്വം ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർബന്ധിക്കും എന്നാണ്. പക്ഷെ കിരൺ ഒന്നും മിണ്ടാതെയാണ് അവിടെ നിന്ന് പോകാറുള്ളത്. അവനെ ഭക്ഷണം കഴിക്കാൻ പഴയതുപോലെ നിർബന്ധിക്കുകയോ വിളിക്കുകയോ ചെയ്തില്ല. ഇതെല്ലാം നീലകണ്ഠയെ വല്ലാതെ വിഷമിപ്പിക്കുകയും അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവൻ തൻ്റെ മുറിയിൽ പോയി ഒറ്റയ്ക്ക് കരയുകയും ചെയ്യാറുണ്ട്. സതീഷ് വന്നതിന് ശേഷമാണ് കിരൺ നീലകണ്ഠയെ ശ്രദ്ധിക്കാതിരിക്കുകയും അവനെ സമയം കൊടുക്കാതിരിക്കുകയുമെല്ലാം ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ നീലകണ്ഠ വിചാരിച്ചു സതീഷ് എന്തോ വലിയ ട്രിക്ക് ചെയ്ത് കിരണിനെ അവനിൽ നിന്നും അകറ്റിയെന്ന്. അതുകൊണ്ട് തന്നെ സതീഷിനോട് പ്രതികാരം ചെയ്യണമെന്ന വാശിയിലായിരുന്നു നീലകണ്ഠ. കിരണും കിരണിൻ്റെ ഫാമിലിയും അവരെല്ലാവരും കൂടി അവരുടെ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനമെടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാവരും അവരവരുടെ സാധനങ്ങൾ പാക്ക് ചെയ്യാൻ തുടങ്ങി. പക്ഷേ അവിടെയുള്ള ആരും നീലകണ്ഠനോട് അവരുടെ കൂടെ ചെല്ലാൻ പറഞ്ഞില്ല, നിർബന്ധിച്ചില്ല. പിന്നീട് കിരൺ അവരോട് പറഞ്ഞു നീലകണ്ഠനെ കൊണ്ടുപോകാമെന്ന് അവരുടെ കൂടെ. പക്ഷേ വീട്ടിലെ എല്ലാവർക്കും അവനെ ഇഷ്ടമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവനെ കൂടെ കൂട്ടാൻ അവരാരും സമ്മതിച്ചില്ല. സതീഷിനെ ഇതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. കാരണം കിരൺ അവനെ സപ്പോർട്ട് ചെയ്ത് നീലകണ്ഠനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയും അവനെ കൂടെ കൂട്ടാമെന്ന് നിർബന്ധിക്കുകയും ചെയ്യുന്നത് സതീഷിനെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. നീലകണ്ഠ കരഞ്ഞുകൊണ്ട് കിരണിൻ്റെ സഹതാപം പിടിച്ചു പറ്റുകയാണ് എന്നെല്ലാം സതീഷ് അഭിപ്രായപ്പെട്ടു. നീലകണ്ഠനെ സതീഷിനോടുള്ള പ്രതികാരം, ദേഷ്യം എന്നിവ കൂടിക്കൂടി വന്നു. അതുകൊണ്ട് തന്നെ സതീഷിനോട് എന്തെങ്കിലും പ്രതികാരം ചെയ്യണമെന്ന് നീലകണ്ഠ തീരുമാനിച്ചു. അതിനുവേണ്ടി നീലകണ്ഠ സതീഷ് വന്നപ്പോൾ കൽക്കട്ടയിൽ നിന്നും നല്ല ഭംഗിയുള്ള വിലപിടിപ്പുള്ള ഒരു മഷി ഒഴിച്ചു വയ്ക്കുന്ന ഇങ്ക് സ്റ്റാൻഡ് കൊണ്ടുവന്നിരുന്നു. സതീഷിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സാധനമായിരുന്നു അത്. സതീഷ് ആ ഇങ്ക് സ്റ്റാൻഡ് വളരെ സൂക്ഷ്മതയോടെ എന്നും തുടച്ചു വൃത്തിയാക്കി വയ്ക്കുമായിരുന്നു. പെട്ടെന്നൊരു ദിവസം ആ ഇങ്ക് സ്റ്റാൻഡ് കാണാതായി. നീലകണ്ഠനാണ് അതടിച്ചു മാറ്റിയതെന്ന് വിചാരിച്ച് സതീഷ് അവനെ പൊതിരെ തല്ലുകയും ശകാരിക്കുകയും എല്ലാം ചെയ്തു. ആ ഇങ്ക് സ്റ്റാൻഡ് അവൻ്റെ കയ്യിലുണ്ടെങ്കിൽ, അവൻ എടുത്തിട്ടുണ്ടെങ്കിൽ
തിരിച്ചു കൊടുക്കാൻ കിരണും അവനോട് ആവശ്യപ്പെട്ടു. പക്ഷേ നീലകണ്ഠ മുട്ടിന്മേൽ നിന്ന് കരയാൻ തുടങ്ങി. കിരൺ ഒരു ഭാഗത്തും സതീഷും ശരത്തും മറുഭാഗത്തുമായി ഒരു വലിയ തർക്കമുണ്ടായി. സതീഷിന് നീലകണ്ഠൻ്റെ മുറി പരിശോധിക്കണം. പക്ഷേ കിരൺ അതിന് സമ്മതിച്ചില്ല. അവൾ കരയുക പോലും ചെയ്തു. ഈ ഒരു സംഭവം കിരണിനെയും നീലകണ്ഠയെയും വളരെ വേദനിപ്പിച്ചു. ഒടുവിൽ കിരണിൻ്റെ കുടുംബം സ്വന്തം ഗ്രാമത്തിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. നീലകണ്ഠയെ കൂടെ കൊണ്ടുപോകാൻ കിരൺ ആഗ്രഹിച്ചു. പക്ഷെ മറ്റുള്ളവരെല്ലാം അത് എതിർത്തു. അതുകൊണ്ട് തന്നെ കിരൺ നീലകണ്ഠനെ സന്തോഷിപ്പിക്കാനായി ഒരു സമ്മാനം കൊടുക്കാൻ തീരുമാനിച്ചു. 2 ജോഡി ഡ്രസ്സും 1 ജോഡി ഷൂവും ഒരു വലിയ ബാങ്ക് നോട്ടും കൊടുക്കാൻ അവൾ തീരുമാനിച്ചു. അവനെ അത്ഭുതപ്പെടുത്തുന്നതിനായി അവൻ്റെ പെട്ടിയിൽ ഇവയെല്ലാം വയ്ക്കാൻ അവൾ തീരുമാനിച്ചു. അവൻ്റെ പെട്ടി നിറയെ സാധനങ്ങളായിരുന്നു. മുകളിൽ വയ്ക്കാൻ സ്ഥലമില്ലാത്തതു കാരണം സാധനങ്ങൾ ഒതുക്കാനായി അവൾ അതിലെ സാധനങ്ങൾ ഓരോന്നോരോന്നായി പുറത്തിട്ടു. അവൾ അന്തം വിട്ടുപോയി. കാരണം സതീഷിൻ്റെ ഇങ്ക് സ്റ്റാൻഡ് കാണാതായ ആ ഇങ്ക് സ്റ്റാൻഡ് നീലകണ്ഠൻ്റെ പെട്ടിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അവൾ കണ്ടു. നീലകണ്ഠ ഇതെല്ലാം അവളുടെ പുറകിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു. അവൻ അവൻ്റെ തലയ്ക്ക് ചുറ്റികയ്ക്ക് അടി കിട്ടിയ പോലെ തോന്നി. അവന് വളരെ വിഷമമായി. അവൻ ഇങ്ക് സ്റ്റാൻഡ് എടുത്തത് സതീഷിനോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയായിരുന്നു. ആ ഇങ്ക് സ്റ്റാൻഡ് എടുത്തിട്ട് നദിയിൽ എറിയാനായിരുന്നു അവൻ്റെ പ്ലാൻ. പക്ഷേ അതെല്ലാം പൊളിഞ്ഞിരുന്നു. കിരണിനോട് കാര്യങ്ങൾ പറഞ്ഞ് സത്യാവസ്ഥ മനസ്സിലാക്കി കൊടുക്കാൻ ഒരു വഴിയും അവന് മുമ്പിലില്ല. കിരൺ കാണാതെ അവൻ മുറിയിൽ നിന്നും പോയി. കിരൺ ഒരു നെടുവീർപ്പിട്ടുകൊണ്ട് സമ്മാനമായി കൊണ്ടുവന്ന സാധനങ്ങൾ പെട്ടിയിലിട്ട് പെട്ടി അടച്ചു വെച്ചു. പിറ്റേ ദിവസം നീലകണ്ഠനെ അവിടെയെങ്ങും കാണാനില്ലായിരുന്നു. പോലീസിനും അവനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. നീലകണ്ഠൻ്റെ പെട്ടി പരിശോധിക്കാൻ ശരത്ത് വാശി പിടിച്ചു. പക്ഷേ കിരൺ അതിന് സമ്മതിച്ചില്ല. കിരൺ പിന്നീട് ആ ഇങ്ക് സ്റ്റാൻഡ് നദിയിൽ എറിഞ്ഞു കളഞ്ഞു. ഇനി ആരും അത് കാണാതിരിക്കാൻ വേണ്ടി. കിരണും കിരണിൻ്റെ ഫാമിലിയും അവരുടെ ഗ്രാമത്തിലേക്ക് തിരിച്ചുപോയി. നീലകണ്ഠൻ്റെ പട്ടി കരഞ്ഞുകൊണ്ട് നദീതീരത്ത് അലഞ്ഞു നടന്നു. ഇതാണ് ദി കാസ്റ്റവേ എന്ന ഷോർട്ട് സ്റ്റോറി.